വേണ്ടി പോവാണ്. ചെറിയൊരു കറക്കം. ഞങ്ങളിങ്ങനെ ഇപ്പം നേരെ ഇവിടെ നേരെ ക്രീക്കിൻ്റെ സൈഡിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ക്രീക്കിൻ്റെ സൈഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഓൾഡ് ദുബായ് എന്നറിയപ്പെടുന്ന ധാര. ഇവിടെ പഴയ ബാങ്കുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ബാങ്കാണ്. വെയിറ്റ്, ഇതാണ് ക്രീക്ക്, അപ്പുറത്താണ് ബർ ദുബായ്, ഇതാണ് ഉരു. സഫാരി ചാനൽ സഞ്ചാരത്തിനകത്ത് സന്തോഷ കാണിച്ചിട്ടുള്ള ഉരുവാണിത്. പണ്ട് ഇവിടെ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത് ഇതുപോലെ ഉരുവിലായിരുന്നു. ഓൾഡ് ദുബായ് എന്ന് പറയുന്നത് ഓൾഡ് ഹെറിറ്റേജ് സിറ്റി എന്ന് പറയുന്നത് അപ്പുറത്താണ്. ഇവിടെ ചോപ്പർ സർവീസ് ഉണ്ട്. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകേണ്ടത്. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി ബോട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബോട്ട്. ഇരിക്കുകയാണ്. സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഇതാണ് ബോട്ടൊക്കെ, നൈറ്റ് ക്രൂസ് നടത്തുന്ന ബോട്ടാണ്. വെള്ളം തെളിക്കുന്നുണ്ട്. എത്താറായി. ഇവിടെയാണ് പഴയ റോയൽ ഫാമിലീസൊക്കെ താമസിച്ചതും ഭരണം നടത്തിയിരുന്നതുമായിട്ടുള്ള കെട്ടിടങ്ങൾ. ഓപ്പോസിറ്റായിരുന്നു വ്യാപാരങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഇവരാണ് ഇത് പാരമ്പര്യമായിട്ടുള്ള ബോട്ടുകൾ ഇതൊക്കെയാണ്. നമ്മളങ്ങനെ അടുക്കാറായി. യെസ്, ഒക്കെ ഒഴുകി പോകുന്നുണ്ട് ഇതിനകത്തോടെ. പലക ഇരിക്കുകയാണ്. ഇപ്പുറ സൈഡെത്തി. ഇവിടെയാണ് കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത്. ഇതാണ് പരമ്പരാഗതമായിട്ടുള്ള ബോട്ടുകൾ. ഇതൊക്കെയാണ്. ഇതാണ് പല ബിൽഡിങ്ങുകളൊക്കെ. ഇവിടെ അടുത്താണ് എയർപോർട്ട്. അതുകൊണ്ടാണ് എയർപോർട്ട് ഫ്ലൈറ്റ് പോകുന്നത്. ഓൾഡ് സിറ്റിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് സ്പൈസസിൻ്റെ സ്ഥലത്തൊക്കെ എത്തി. ബിസിനസ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്.
അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് സൂക്ക് ബർദുബായിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ക്ലിപ്സാണ് നമ്മളൊക്കെ നമ്മൾ കാണിച്ചത്. ഇവിടുത്തെ വെള്ളത്തിന് കുറച്ചുകൂടെ കളറുണ്ട് അല്ലേ? മറൈൻ ട്രാൻസ്പോർട്ടേഷനാണ്. അങ്ങനെ ഫെറി ടെർമിനൽ. ഇവിടെയാണ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് യു എ ഗവൺമെൻറ്റിൻ്റെ. ഇതാണ് ക്രീക്ക്. ഇതിലാണ് നമ്മൾ നേരത്തെ വന്നത്. ഇവിടെ നിന്നൊക്കെയാണ് ദുബായ് മറീന മാളിൽ അങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. 50 ദിർഹംസാണ് ഒരാൾക്ക്. അതുപോലത്തെ ഫെറിയിലാണ് പോകുന്നത്. ഫെറിയുടെ സ്റ്റേഷന് ഇതൊരു ഫെറിയാണ് പുറപ്പെടാനുള്ളത്. ഇതുണ്ട്, ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് അവിടെ ഫിഷിനെ കാണുമ്പോൾ പല കളറിലുള്ള ഫിഷിനെ നമുക്ക് കാണാം. ഇപ്പം കടലിൽ കയറി കിടക്കുന്ന ക്രീക്കായതുകൊണ്ട് കടലിലുള്ള മത്സ്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ഇത്രയും ക്ലിയറാണ് ഇവിടെ. ഇവിടെ എല്ലാ ദിവസവും ഇവർ ക്ലിയർ ചെയ്യും. ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് വെള്ളം അതിൻ്റെ അതിലത്തെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ആണോ? ഇത് ഫെറിയുടെ മെയിൻ്റനൻസിനുള്ള ബോട്ടാണെന്ന് തോന്നുന്നു. സൈഡുകളിലെല്ലാം ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. നല്ല സീറ്റിങ്ങുകളൊക്കെ ബഗ്ഗിയുണ്ട്. ഇതാണ് ഹെറിറ്റേജ് സിറ്റി. നമുക്കിപ്പം കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളുണ്ട് ഫ്രഷ് മിൽക്ക് കുടിക്കാൻ പോവാണ്. മലയാളത്തിൻ്റെ കട ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പറ്റും ഫെറിയുടെ ഇത് ക്രീക്കിൻ്റെയൊക്കെ അവിടെയാണ് കൂടുതൽ അബ്ര ബോട്ടുകളുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള 2 സൈഡും കണക്ട് ചെയ്യുന്ന പാലം കാണാം. അപ്പുറത്തെ സൈഡും മുത്തുമിൻ്റെ പാലമുണ്ട്. ഇപ്പുറത്താണ് നമ്മുടെ ദുബായിലുള്ള ഹെറിറ്റേജ് മ്യൂസിയം വരുന്നത്. കാറ്റടിച്ച് ഓളടിക്കുന്നുണ്ട്. അവിടെ ചെറിയ ബോട്ട് പോലെ കിടപ്പുണ്ട്. ഇവിടെ പല കാണാം. ഇവിടെ വൈകുന്നേര സമയത്തൊക്കെ ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഈവനിങ് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. വെള്ളം നല്ല ക്ലിയറാണ്. നമുക്ക് അതിൻ്റെ അടുത്തിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ദുബായ് ക്രീക്ക് ബർത്ത് ഓഫ് സിറ്റി ഗ്രാൻഡ് ലേക്ക് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റേഷൻ സെൻ്റർ ട്രഡീഷണൽ ക്രാഫ്റ്റ്. ഇപ്പോൾ കാണുന്നത് ഷെയ്ഖ് ഒബൈദ് ബിൻ താനി ഹൗസാണ്. അവിടെ ഈ പാഞ്ചുമേറയുടെ ഇതിൻ്റെ എല്ലാം സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹൗസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പരമ്പരാഗതമായിട്ടുള്ള ഹൗസ്.
ക്രീക്കിൻ്റെ ഓപ്പോസിറ്റാണ്. ലാൻഡ് റോവർ പഴയ ഡിഫൻഡർ അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് ഹെറിറ്റേജ് ഹൗസസ്. പണ്ടത്തെ ഉള്ള പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയൊക്കെ ഹൗസുകളായിരുന്നു ഇതെല്ലാം. നേരത്തെ നമ്മൾ കണ്ടതും അങ്ങനെ ഒരു ഹൗസായിരുന്നു. ഇതാണ് നേരത്തെ കണ്ടത്. കാണിച്ച ഫെറി. ഇവിടെ കൾച്ചറായിട്ടുള്ള സാധനങ്ങളായിരുന്നു ഇവർ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്ന എമറാത്തി മീൽസ്. ഡേയ്സ് ആർ ഇൻ എസെൻഷ്യൽ എവറി ഡേ ഫുഡ് ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് യൂഷ്വലി ഈറ്റൻ ഫ്രഷ് ആൻഡ് റെസിവ്ഡ് ബി കൺസ്യൂംഡ് ആഫ്റ്റർ സെവറൽ മന്ത്സ്. നമുക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. മാപ്പാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഇത് പഴയ ഒരു ഇവിടെ യാത്രയുടെ ഇത് കാണിക്കുന്ന ബോട്ടാണ്. നമുക്ക് 50 ദിർഹംസ് കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം കയറാം. ഫുഡ് ഹൗസിൽ കയറാം, മറ്റും ഹൗസിൽ കയറാം. അങ്ങനെയുള്ള എല്ലാത്തിലും കയറാനുള്ള സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ പൂച്ചകളെയും കാണാം. അതിന് ടിക്കറ്റ് എടുക്കണ്ട. ഇതാണ് ദുബായ് മുനിസിപ്പാലിറ്റി ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പുറത്തെ സൈഡെല്ലാം ബിൽഡിങ്ങിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. കൾച്ചറിനെ സൂചിപ്പിക്കുന്ന ഒരു ബോട്ടിൻ്റെ ആർട്ട് വർക്കാണ്. ഫിഷിങ്ങും ഈവനിങ് ടൈമൊക്കെ നടക്കാൻ പറ്റിയ കാണാൻ പറ്റിയ സ്ഥലമാണ്. ജോഗിങ്ങിന് നല്ല സ്ഥലമാണ്. ഇനിയിപ്പോൾ വരുന്ന 2-3 മാസം ഈ മാസം കഴിഞ്ഞിട്ട് വിൻ്റർ സീസൺ. ഇപ്പോൾ തന്നെ ചൂട് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് ഇവിടുന്ന് തണുത്ത കാറ്റൊക്കെ അടിക്കും. നമുക്ക് ഇവിടുന്ന് സൺസെറ്റ് കാണാം. സൺസെറ്റ് കൺസിഡർ യെസ്. ഒന്ന് അടുക്കുന്ന സ്ഥലമാണ്. കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തി. 80ഓളം ബിൽഡിങ്ങുകൾ ഇതുപോലെ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. 50 ദിർഹംസ് കൊടുത്താൽ ആയിരിക്കും. ഇതിൻ്റെ അടിയിൽ കൂടെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു അറിവായിരുന്നു. അത് ബോട്ട് കയറി വരാതെ ഇതിൽ നടന്ന് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ഹെറിറ്റേജ് സിറ്റിയുടെ വേറൊരു ഭാഗം. സൺസെറ്റ് അപ്പുറ സൈഡിലൊക്കെ ഷിപ്പുകളൊക്കെ കണ്ടെയ്നർ ഷിപ്പും. അപ്പുറത്തെ പോർട്ടാണ്, അതുകൊണ്ട് കണ്ടെയ്നർ ഷിപ്പുണ്ട് അവിടെ. പണ്ടത്തെ
പുരാതനമായിട്ടുള്ള ഡോറാണ്. ബിൽഡിങ്ങുള്ള ഇതാണ്. ജീപ്പ് കിടപ്പുണ്ട്, ടെസ്ല കാറുകൾ കിടപ്പുണ്ട്. നമ്മുടെ ഒരു വള്ളംകളിയുടെയൊക്കെ ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെയൊക്കെ ഒരു ചെറിയ മാതൃക പോലെയുണ്ട്. നമുക്ക് എന്താ ഐഡിയൊക്കെ നോക്കാം. ആൽഫഗീതി ബോട്ട് ടോറിങ് റേസ് ബോട്ടാണ്. ഞാൻ പറഞ്ഞതായിട്ട് ഒരു ബന്ധമുണ്ട്. നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. നമ്മളിവിടെ രാത്രിയായി. ഇവിടെയൊക്കെ പൂച്ചകളുടെ ബഹളമാണ്. എന്തോരം പൂച്ചകളാണ് ഉണ്ടോ? പൂച്ചകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള പബ്ലിക് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ രാത്രി കാഴ്ച ഇതാണ്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. നൈറ്റ് കാഴ്ച ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നൈറ്റ് നല്ല രസമായിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേന് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമുക്കതേലും പോയി കണ്ടു നോക്കാം. കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ രാത്രിയായപ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇവിടെല്ലാം പെർഫ്യൂമിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ക്ലോത്ത്സ്, സ്പൈസസ്. രാത്രി ഇപ്പം ആയപ്പോൾ ഷോപ്പെല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫോറിനേഴ്സൊക്കെ കൂടുതൽ വന്ന് ഷോപ്പിങ്ങിന് വരുന്ന സ്ഥലമാണിത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ബിൽഡിങ്ങാണ്. ഇവിടെ മൊത്തം ബ്ലോക്കാണ് ഗൈസ്. മലബാറിൻ്റെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നടന്ന് ഹെറിറ്റേജ് സിറ്റിയുടെ അങ്ങനെ ലാസ്റ്റ് ഇവിടെ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളിവിടെ നിന്ന് ബോട്ടെ പോയപ്പോൾ കാണിച്ച സ്ഥലമാണ്. നല്ല രസമുണ്ടല്ലേ.
കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ദ ഹെറിറ്റേജ് സൂക്ക് റെസ്റ്റോറൻറ്റ് കഫേ. കഫേസ് ഉണ്ട്, ബട്ട് എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്രീക്ക് കാണാം. ഇതിനകത്തോടെ ഇങ്ങനെ ബഗീസ് ഉണ്ട്. പകൽ വേറൊരു ഭംഗി, രാത്രി വേറൊരു ഭംഗിയാണ്. ഇതാണ് ഇവിടെ മാപ്പ്. ജോർജ് കുളങ്ങര സഞ്ചാരത്തിനകത്ത് കാണിച്ചിട്ടുള്ള പ്ലേസാണിത്. പണ്ട് ഉരുവൊക്കെ വന്ന് പത്താമേരിയൊക്കെ വന്ന് കപ്പലെടുത്തുകൊണ്ടിരുന്ന ഇവിടെയായിരുന്നു. ആ പാരമ്പര്യ തനിമയോടെ തന്നെ ഇപ്പോൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ റെനോവേഷൻ വർക്ക് നടക്കാമെന്ന് തോന്നുന്നു. അപ്പം അങ്ങോട്ട് അടച്ച് കയറ്റി വിടുന്നില്ല. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നൈറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ നിർത്താതെ ഇങ്ങനെ കുറേ ദൂരമുണ്ട്. ഇത് സൂഖ് അൽ സീഫ് മാനേജ്മെൻറ്റ് ഓഫീസ് ആണ് അങ്ങോട്ടുള്ളത്. ഇവിടെ ഒരുപാട് കഫേസ് ഉണ്ട്. ഇത് കോസ്റ്റ കോഫിയുടെ ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ സ്റ്റാർബക്സിൻ്റെ കണ്ടു, അതുപോലെ തന്നെ കോസ്റ്റ കോഫിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റാണ്. നമ്മൾ ചെന്നെത്തുന്നത് പാർക്കിങ്ങിലോട്ടാണ്. പിന്നെ വാഹനങ്ങളിലൂടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നന്നായിട്ടുണ്ടല്ലേ. ഒരു പാർക്കിംഗ് ഏരിയയും അവിടെ ഒരു എസ്കലേറ്റർ തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് കണ്ടു. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഒരു എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് വരാം. പുരാതനമായ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ എസ്കലേറ്റർ താഴോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ധാരാലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പർ സൈഡ് നമുക്ക് കാണാം ഓൾഡ് ദുബായ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അത് ഐരയാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റാർബക്സിൻ്റെ ഔട്ട്ലെറ്റാണ്. ഇവിടെയാണ് മ്യൂസിയം ഓഫ് ഇല്യൂഷൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേസ് ഉണ്ട് ഇവിടെ. വെനീസിലൊക്കെ പോലെ വെള്ളത്തിലോട്ട് ഇറങ്ങി പണിതിട്ടിരിക്കുന്ന ബിൽഡിങ്സാണ് ഇവിടെ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള ഒന്നാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേസ് ഉണ്ട്. അപ്പുറത്തെ കര കാണാം.